ഹലോ, കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വളമാണ്. ചെടികൾ പെട്ടെന്ന് വളരാനും അതിന് പെട്ടെന്ന് തന്നെ പൂടാനും കായിടാനും ഒക്കെ സഹായിക്കുന്ന ഒരു വളം. ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ലിക്വിഡ് ഫെർട്ടിലൈസർ എന്നൊക്കെ പറയാം. ഞാനിതിന് ജീവൻ ടോൺ എന്നാണ് പറയുന്നത്. ഈ വളം ഉണ്ടാക്കാനായിട്ട് വലിയ കാശ് ചിലവൊന്നുമില്ല. നമ്മുടെ അടുക്കളയിൽ നിന്ന് കളയുന്ന സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സവാളയുടെ തൊലി, ഉള്ളിയുടെ തൊലി, അതുപോലെ തന്നെ മുട്ടത്തൊണ്ട്, പഴത്തൊലി, ഇതൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചെടികൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് വെള്ളം രൂപത്തിലുള്ള വളം തന്നെയാണ്. ചെടികൾക്ക് വലിച്ചെടുക്കാൻ എളുപ്പം അതാണ്. നമ്മൾ മണ്ണിലേക്ക് ചാണകമൊക്കെ ഇങ്ങനെ ഉണങ്ങിയതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വെള്ളം കുതിർന്ന് ആ ചാണകത്തിൻ്റെ അംശം മണ്ണിൽ ലയിച്ചു കഴിഞ്ഞാൽ അത് ചെടിക്ക് വളം രൂപത്തിൽ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ വെള്ളം രൂപത്തിൽ തന്നെ വളമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് വലിച്ചെടുക്കാൻ പെട്ടെന്ന് പറ്റും. ആ മണ്ണിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് ചേർന്ന് പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെടിക്ക് വലിച്ചെടുക്കാൻ പറ്റും. അതുപോലെ പെട്ടെന്ന് തന്നെ നല്ല തളിരിലകളും പൂക്കളും ഉണ്ടാകാനായിട്ട് സഹായിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ ജീവൻ ടോൺ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് സവാളയുടെ തൊലി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 1 കിലോ 2 കിലോ ഒക്കെ സവാള മേടിക്കുമ്പോൾ അതിലെങ്ങനെയായാലും ഒരു സവാളയൊക്കെ കേടുണ്ടാവും. അപ്പോൾ അങ്ങനെ കേട് വന്നിട്ടുള്ള 2 സവാളയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ പഴത്തൊലി എടുത്തിട്ടുണ്ട്, ചെറുപഴത്തിൻ്റെ തൊലിയുണ്ട്, ഏത്തപ്പഴത്തിൻ്റെ തൊലിയുണ്ട്. ഏത്തപ്പഴം അങ്ങനെ തന്നെ കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴവും ഇതുപോലെ തന്നെ കുറച്ച് തൊലി കറുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളാരും കഴിക്കില്ല. അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ട് ഒരു പഴമാണത്. അപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ വെറുതെ കളയണ്ട, ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് മുട്ടത്തൊണ്ടാണ്. ഒന്നോ അതിലധികമോ മുട്ടത്തൊണ്ട്, എത്ര മുട്ടത്തൊണ്ട് വേണമെങ്കിലും എടുക്കാം. ഈ ഉള്ളിയുടെ തൊണ്ടില്ലേ, നമ്മുടെ ചെടിക്ക് അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ബെസ്റ്റാണ്. ചെടിയുടെ കടയിൽ, പ്രത്യേകിച്ച് ഈ റോസ് ചെടിയുടെയൊക്കെ കടയിൽ ഉള്ളിയുടെ തൊണ്ട് കൊണ്ട് ഇട്ട് നോക്ക്, നല്ല റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ തൊലി നമ്മൾ ഒരിക്കലും ചെടിയുടെ കടയിൽ കൊണ്ട് ഇടരുത്. പെട്ടെന്ന് തന്നെ ചെടിക്ക് അതിൻ്റെ ഒരു വാട്ടം ഉണ്ടാവും. വെളുത്തുള്ളി ശരിക്കും കീടനാശിനിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെടിയുടെ കടയിൽ ഇടണ്ട. എനിക്ക് പലപ്പോഴും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വെളുത്തുള്ളിയുടെ തൊലി ഇതിൻ്റെ കൂടെ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മളുടെ വീട്ടിലുള്ള മാവ് പൂത്തില്ലെങ്കിലോ അല്ലെങ്കിൽ കായ ഉണ്ടായില്ലെങ്കിലോ മാവിൻ്റെ തടി കാർന്ന് തിന്നുന്ന ചില പുഴുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ 1 കിലോത്തിൽ കൂടുതലായിട്ട് ഉള്ളി മേടിച്ചിട്ട്, വിലക്കുറവുള്ളപ്പോൾ ഉള്ളി മേടിച്ചിട്ട് നിങ്ങളുടെ മാവിൻ്റെ കടയിൽ ഇട്ട് നോക്കൂ. എന്നിട്ട് മണ്ണിട്ട് മൂടിയാൽ മതി. കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ആ മാവിൻ്റെ ഒരു നല്ല ആരോഗ്യത്തോടു കൂടി മാവ് പൂക്കാനും കായ്ക്കാനും തുടങ്ങും. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് പറയാനറിയില്ല. ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയതാണ് പഴത്തിൻ്റെ തൊലി എന്ന് ഞാൻ പറയാം. അതുപോലെ തന്നെ ഒരുപാട് കാൽസ്യം അടങ്ങിയ നമ്മുടെ മുട്ടത്തൊണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ എടുത്തു വെക്കുക. ഇനി നമ്മൾക്ക് വേണ്ടത് 1.5 ലിറ്റർ മുതലുള്ള ഒരു കുപ്പിയാണ്. അതിൽ കൂടുതൽ എത്ര വലിപ്പം വേണമെങ്കിലും ആകാം. നിങ്ങളുടെ കയ്യിലുള്ള സവാളയുടെ തൊലി എത്ര കൂടുതലുണ്ടോ അത്രയും വലിയ കുപ്പി എടുക്കാം കേട്ടോ. ഞാനൊരു ബേസിക്കായിട്ട് ഇപ്പോൾ ഞാൻ 2 ലിറ്ററിൻ്റെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ കുപ്പി നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ്. മിഠായി കടകളിൽ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 എണ്ണമൊക്കെ കിട്ടിയെന്നിരിക്കും. ഇനി ഈ മുട്ടത്തൊണ്ട്, സവാളത്തൊണ്ട് എല്ലാം കൂടി നമുക്ക് അതിലേക്ക് ഇടാം. അപ്പോൾ സവാള അങ്ങനെ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടാം. അതുപോലെ തന്നെ പഴത്തൊലി വേണമെങ്കിൽ നിങ്ങൾക്ക് അരിഞ്ഞിടാം. അപ്പോൾ ഇതെല്ലാം കൂടി അതിലേക്ക് ഇട്ട ശേഷം നന്നായിട്ട് മൂടി ടൈറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വാവട്ടമുള്ള കുപ്പി എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ചെറിയ കുപ്പി ഇടുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഇടാൻ തന്നെ പ്രയാസമായിരിക്കും. പിന്നെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാനും പ്രയാസമാണല്ലോ. അപ്പോൾ വാവട്ടം വലിയായിട്ടുള്ള കുപ്പി നമ്മൾ മേടിക്കുക. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുപ്പിയിലേക്ക് ഒരു 1/4 ഭാഗത്തോളം, അര ഭാഗത്തിനേക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ട് വെള്ളം എടുക്കണം. ഒരു 5 ദിവസം മുതൽ 10-15 ദിവസം വരെ നിങ്ങൾക്കിത് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ അതനുസരിച്ച് ആ വെള്ളത്തിലേക്ക് ഇതിൽ അലിഞ്ഞ് ചേർന്നിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഇത്രയും നിസ്സാരമായൊരു കാര്യമാണ്. നമ്മളുടെ വീട്ടിൽ നിന്ന് വെറുതെ കളയുന്ന ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു വളം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ കുപ്പിയിൽ നിറച്ചിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഒരിത്തിരി ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇടാൻ. കാരണം ഇതിനൊരു ഗ്യാസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ കുപ്പി ആരും എടുക്കാത്ത വിധത്തിൽ എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെക്കുക. കുട്ടികളൊന്നും എടുക്കരുത്. അതുപോലെ തന്നെ വൈൻ കെട്ടി വെച്ചേക്കണമെന്ന് വിചാരിച്ച് വലിയക്കാരും എടുക്കാതിരിക്കുക. അവരോടെല്ലാം ഒന്ന് പറഞ്ഞിട്ട് വേണം നമുക്ക് മാറ്റി വെക്കാൻ. പിന്നെ മൂടി ഒരിക്കലും തുറന്ന് അധികം നേരം വെക്കരുത്. മൂടി തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ ഈച്ച വരും, പഴയ ഈച്ച വരും. അപ്പോൾ മൂടി തുറന്ന് വെക്കരുത്. മൂടി തുറക്കാണ്ട് തന്നെ ഒന്ന് കുലുക്കി വെക്കുക. അപ്പം ഇനി ആരെങ്കിലും ഇതെടുത്ത് കുടിച്ചാലോ പിന്നെ സവാള ഗിരിഗിരി.
ആശുപത്രി കൊണ്ടുപോയിക്കോളൂ, വയറിളക്കം ഉണ്ടാകും, ഒരുപാട് വെള്ളം കുടിപ്പിച്ചിട്ട് വേണം ആശുപത്രി കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മുടെ ജീവൻ ടോൺ റെഡി ആയി കഴിഞ്ഞു. ഒരു 8 ദിവസം ആയപ്പോഴാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. കണ്ടോ, എല്ലാ സാധനങ്ങളും അതിലേക്ക് ലയിച്ച് ചേർന്നിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ദിവസം വെക്കും തോറും അതിൻ്റെ ഒരു എല്ലാം അലിഞ്ഞെരിഞ്ഞെരിഞ്ഞ് വെള്ളത്തിലേക്ക് ചേർന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാനുള്ളതുകൊണ്ട് എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ 8ാമത്തെ ദിവസം എടുത്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ പഴമൊക്കെ അതിൻ്റെയൊക്കെ ഇടുമ്പോഴേക്കും ഒരു 2 വണ്ട് അതിലിങ്ങനെ ചെറിയൊരു വണ്ട് പോലത്തെ ഒരു സാധനം അതിലിങ്ങനെ ഓടി കിടക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ അന്നേരം തന്നെ മൂടി വെച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിൽ ഗ്യാസ് ഫോം ചെയ്യണതുകൊണ്ട് ഇങ്ങനെയുള്ള ജീവികളൊന്നും അതിൻ്റെ ഉള്ളിൽ ജീവിക്കില്ല. അതുപോലെ സവാളയുടെ ഉള്ളിൽ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും ഇതിൻ്റെ അകത്ത് ജീവിക്കില്ല. അപ്പോൾ അതൊക്കെ ചത്തുപോയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിൽ പകുതി ഭാഗം വെള്ളം എടുത്തിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് നമ്മൾ ഇതിൻ്റെ പകുതിയായിട്ട് നിറക്കാൻ പോവുകയാണ്. അതിനിപ്പോൾ 1 ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് വെള്ളം തന്നെ ഇതിലേക്ക് ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം ചെടിക്ക് ഒഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി ഒഴിച്ചു തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ സവാളയുടെ തൊലിയൊക്കെ കൂട്ടി വെക്കുക. എന്നിട്ട് സവാളയുടെയും മുട്ടത്തൊണ്ടും പഴത്തൊലിയൊക്കെ ഇങ്ങനെ ഏതെങ്കിലും ഒരു കിറ്റിലോ എല്ലായിടത്തുമൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് ഞാൻ ഈ കുപ്പി ഒഴിയാൻ ഈ കുപ്പിയിൽ ഇത് തീരുമ്പോൾ തന്നെ ഞാൻ അടുത്തത് നിറച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ചണ്ടി ഉണ്ടല്ലോ, അത് ഞാൻ ഏതെങ്കിലും ഒരു ചെടിയിലിട്ടും അവസാനം വരുമ്പോൾ ഞാനിത് ഏതെങ്കിലും പച്ചക്കറിയുടെ കടയിലിടും. ഞാൻ അവസാനമായിട്ട് ഇട്ടത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇട്ടത് ഈ മത്തങ്ങയുടെ കടയിലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഈ വഴുതനങ്ങയുടെ കടയിൽ ഇടുകയാണ്. അത് ഇത്തിരി മുരണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ടാറ്റാ.